നിങ്ങളൊരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുന്നു. ഇനിഷ്യലി സാമാന്യം കുഴപ്പമില്ലാത്ത സെയിൽസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുന്നു. കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞതും നിങ്ങളുടെ പാക്കേജിങ്ങിൻ്റെ സെയിം രീതിയിലുള്ള പാക്കേജിങ്ങിലുള്ള സെയിം കാറ്റഗറി പ്രോഡക്റ്റ് മറ്റാരോ ഇറക്കുന്നു. നിങ്ങൾക്ക് കിട്ടേണ്ട ബഹുഭൂരിപക്ഷം സെയിൽസും ആ വ്യക്തി കൊണ്ടുപോകുന്നു. ഈ ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കിക്കേ. കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു വിഷയമായിട്ട് ഒരു ബിസിനസ്സുകാരൻ നമ്മളെ സമീപിച്ചിരുന്നു. സംഭവം ഇങ്ങനെയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റ് ഫ്രൂട്ട് ജ്യൂസ് ആണ്. ഫ്രൂട്ട് ജ്യൂസ് ഇദ്ദേഹം ബോട്ടിൽ ചെയ്തിട്ട് ലേബൽ ചെയ്തിട്ട് ഷോപ്പുകളിലേക്ക് സപ്ലൈ ചെയ്യുന്നു. സാമാന്യം നല്ല രീതിയിലുള്ള നെറ്റ്വർക്ക് അദ്ദേഹത്തിന് ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സെയിൽസും നടക്കുന്നുണ്ട്. ധാരാളം എൻക്വയറീസും വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇദ്ദേഹത്തിന് ഒരു റീറ്റെയിലർ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുന്നു. ഈ ഫോട്ടോയിൽ ഇദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റ് കാണാം. തൊട്ടടുത്ത് തന്നെ മറ്റൊരു പ്രോഡക്റ്റ്. പക്ഷെ നോക്കുന്ന സമയത്ത് രണ്ടും ഏകദേശം ഒരേ രൂപത്തിൽ. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇമേജിനറി ഇമേജ് കാണിക്കാം. ഇത് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, ആക്ച്വൽ അല്ല. ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി മാനിച്ച് ഞാൻ ആക്ച്വൽ ഇമേജ് അല്ല കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ രണ്ടും നോക്കിക്കഴിഞ്ഞാൽ പേരിൽ ഡിഫറൻസ് ഉണ്ട്, പക്ഷേ രണ്ടിൻ്റെയും ലുക്ക് ആൻഡ് ഫീൽ ഓൾമോസ്റ്റ് സെയിം ആണ് അല്ലേ? പക്ഷെ ഇതിനേക്കാളും സെയിമിലായിരുന്നു ഈ ഒരു ആക്ച്വൽ കേസ്. രണ്ടും നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് സെയിം രൂപം, പേരിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ സംഭവിക്കുന്നത് ആൾക്കാർ ഇദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട്, ഈ ഒരു ബ്രാൻഡാണെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു മറ്റേ ബ്രാൻഡ് എടുത്തിട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സെയിൽസിൽ ലോസും സംഭവിക്കുന്നു. ഇദ്ദേഹത്തിന് ഇതൊരു ഇൻഡിവിജ്വൽ കേസല്ല. ഇത്തരത്തിൽ പല റീറ്റെയിലേഴ്സും ഇദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട് മറ്റൊരു ബ്രാൻഡ് ഇതേപോലെ തന്നെ സമീപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ആശങ്കയുമായിട്ടാണ് ഇദ്ദേഹം സമീപിക്കാനായിട്ട് വന്നത്. എന്ത് ചെയ്യാനായിട്ട് കഴിയും? ഇദ്ദേഹം പറഞ്ഞത്, ഞാൻ ഓൾറെഡി ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ സാർ എടുത്തിട്ടുണ്ടല്ലോ ഇവിടെ നിന്ന് തന്നെ, പിന്നെ എങ്ങനെ ഇതൊക്കെ സംഭവിക്കും, നമുക്കിനി എന്ത് ചെയ്യാനായിട്ട് കഴിയും? ഇതായിരുന്നു പ്രശ്നം. അദ്ദേഹത്തിന് അഡ്വൈസ് കൊടുത്തു. അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പ്രൊസീജിയേഴ്സിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. അത് ബാക്കി ലീഗൽ പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ. ഇവിടെ നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നം സംഭവിക്കാതിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ലീഗലി ആൻഡ് ആൾസോ ബ്രാൻഡിംഗ് വൈസ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു പ്രശ്നം സംഭവിച്ചതിന് ശേഷം അത് സോൾവ് ചെയ്യാനായിട്ട് ടെൻഷൻ അടിച്ച് ഓടി നടക്കുന്നതിനേക്കാളും ആ പ്രശ്നം വന്നു കഴിഞ്ഞാലും ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള എല്ലാ ടൂൾസും നമ്മൾ തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന ഒരു വ്യക്തി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 6 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഒന്ന്, ക്രിയേറ്റ് ഡിസ്റ്റിങ്ക്റ്റീവ് ഡിസൈൻ. ഡിസ്റ്റിങ്ക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ നിർമ്മിക്കുക എന്നുള്ളതാണ്. പലരും ചെയ്യുന്നത് ഈ ChatGPT പോലുള്ള AI ടൂൾസ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഡിസൈൻ ഉണ്ടാക്കുന്നു, ആ ഡിസൈനിൽ ലേബിൾ പ്രിന്റ് ചെയ്യുന്നു, അങ്ങ് മാർക്കറ്റിലേക്ക് ഇറക്കുന്നു. അത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഡ്യൂപ്ലിക്കേഷൻ ബ്രാൻഡ്സുകൾ വരും. കാരണം ഒരിക്കലും AI ട്രസ്റ്റ് ചെയ്തുകൊണ്ട് AI പ്രൊവൈഡ് ചെയ്യുന്ന ഡിസൈൻസ് പലപ്പോഴും വളരെ ജനറിക് ആയിട്ടുള്ള വളരെ കോമൺ ആയിട്ടുള്ള ഡിസൈനാണ്. അപ്പം അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഒരു വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ എന്ന് അവകാശപ്പെടാനായിട്ട് കഴിയത്തില്ല. അപ്പം എപ്പോഴും ഇത് വളരെ ടെക്നിക്കലി ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ഇത്തരത്തിലുള്ള വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ഈ ഒരു ബിസിനസ്സിൽ നോക്കിക്കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഫഷണൽസിനെ കൊണ്ട് തന്നെ നിങ്ങൾ ഡിസൈൻ ചെയ്യിപ്പിക്കുക. അതിലൊന്ന്, എപ്പോഴും ഒരു ചെയ്യുന്നൊരു രീതി ഇങ്ങനെയാണ്. നമ്മളൊരു സ്റ്റോറി ബിൽഡ് ചെയ്യുന്നു, നിങ്ങളുടെ ബ്രാൻഡിൻ്റെ ഒരു സ്റ്റോറി. ആ സ്റ്റോറി ബിൽഡ് ചെയ്തതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് അതുമായി ബേസ് ചെയ്തിട്ടുള്ള സ്റ്റൈൽ സ്കേപ്പുകൾ, ടെക്നിക്കലി സ്റ്റൈൽ സ്കേപ്പ് എന്നാണ് പറയുന്നത്, പലരും മൂഡ് ബോർഡ് എന്ന് പറയാറുണ്ട്. ഇത്തരത്തിൽ സ്റ്റൈൽ സ്കേപ്പ് അല്ലെങ്കിൽ മൂഡ് ബോർഡ് ബിൽഡ് ചെയ്യുന്നു. ആ മൂഡ് ബോർഡിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, അതായത് ഈ പാക്കേജിംഗ് ആണെങ്കിലും നെയിമിംഗ് ആണെങ്കിലും ലോഗോ ആണെങ്കിലും ഈ കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആ ഒരു കൃത്യമായിട്ടുള്ള പ്രോസസ്സിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ബ്രാൻഡ് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഇന്നും പലപ്പോഴും പല ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ നോക്കുന്ന സമയത്ത് പല ബ്രാൻഡുകളും കാണുന്ന സമയത്ത് നമ്മളെവിടെയൊക്കെ കണ്ട് പരിചയിച്ച ബ്രാൻഡ്സ്, അതിനപ്പുറത്ത് വലിയ കൗതുകമൊന്നുമില്ല, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്തില്ല. ഇപ്പോൾ ഒരു പിക്കിൾ പ്രൊഡക്റ്റ് ആണെങ്കിൽ, ഒരു പിക്കിളാണ് പ്രൊഡക്റ്റ് എന്നുണ്ടെങ്കിൽ പലരും ചെയ്യുന്ന അതിൽ 3 കളേഴ്സ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യും. ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, അതിൽ പച്ച കളറിൽ ഒരു പ്രൊഡക്റ്റ് വയ്ക്കുന്നു, മാങ്ങ ഡിസ്പ്ലേ ചെയ്യുന്നു, ആൻഡ് മഞ്ഞ കളറിലോ ചുവപ്പ് കളറിലോ പേര് എഴുതുന്നു, ഒരു ബ്ലാക്ക് കളറും യൂസ് ചെയ്യും. ഈ ഒരു 4 കളറ്, ദാറ്റ്സ് ഇറ്റ്. അത് 2 ലൈൻസും അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കുന്നു, തീർന്നു. ഇത് ഡിസ്റ്റിങ്ക്റ്റ് ഡിസൈൻ അല്ല. ഇത് മറ്റൊരാൾക്ക് ഈസി ആയിട്ട് കോപ്പി ചെയ്യാനായിട്ട് കഴിയും. കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. കാരണം ഇതൊരു ഡിസ്റ്റിങ്ക്റ്റ് ഡിസൈൻ അല്ല. അപ്പം എപ്പോഴും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വളരെ യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. വളരെ ടെക്നിക്കലി തന്നെ അത് ആ ഒരു പ്രോസസ്സ് ചെയ്യേണ്ടതുണ്ട്.
ഈ ഡിസൈൻ ഉണ്ടാക്കുന്ന സമയത്ത് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഇതിൻ്റെ ലേഔട്ട് റെക്കഗ്നൈസബിൾ ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു ബ്രാൻഡ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ലോഗോ വരേണ്ട പൊസിഷൻ, പ്രോഡക്റ്റ് നെയിം വരേണ്ട പൊസിഷൻ, അതിൽ ഇമേജ് വരേണ്ട പൊസിഷൻ, ബാക്കി ഡിസ്ക്രിപ്ഷൻ വരേണ്ട പൊസിഷൻ, ഇതെല്ലാം യൂണിഫോം ആയിരിക്കണം എല്ലാ പ്രൊഡക്ട്സിലും. അത് വളരെ ഡിസ്റ്റിങ്ക്റ്റും ആയിരിക്കണം. റൈറ്റ്? ഈ ഒരു ലേഔട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്യുക, ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തേത്, നിങ്ങളുടെ ഈ ഒരു പാക്കിങ്ങിൽ യൂസ് ചെയ്യുന്ന ഐക്കൺസ്, പാറ്റേൺസ്, ഇതെല്ലാം യൂണീക്ക് ആയിരിക്കണം. എവിടെന്നെങ്കിലും നിങ്ങൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബ്രാൻഡിൻ്റെ അതേപോലെ നിങ്ങൾ കോപ്പി ചെയ്യരുത്. എങ്കിലേ അതൊരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഡിസൈൻ ആയിട്ട് മാറത്തുള്ളൂ. മൂന്നാമത്തേത് ടൈപ്പോഗ്രഫിയാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ഈ ചില ബ്രാൻഡുകളുടെ ഫോണ്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഇന്ന ബ്രാൻഡാണെന്നുള്ളത്, ഈവൻ ദോ അതിൻ്റെ ബ്രാൻഡ് നെയിം ഇല്ല എന്നുണ്ടെങ്കിൽ പോലും. അപ്പം ഈ 3 കാര്യങ്ങൾ ഈ ഡിസൈൻ ഉണ്ടാക്കുന്ന സമയത്ത് കൃത്യമായി റിസർച്ച് ചെയ്തതിന് ശേഷം ചെയ്യാനായിട്ട് നോക്കുക. അത് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡിസൈനർ ആണെന്നുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങൾ തന്നെയായിരിക്കും അവർ ശ്രദ്ധിക്കുന്നത്. ഒരിക്കലും ചാറ്റ് GPT ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരത്തിലൊന്നും കിട്ടിയെന്ന് വരത്തില്ല. കാരണം ഇന്നൊരു ഇമേജ്, ഒരു പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാം അത് ചാറ്റ് GPT ആണോ അല്ല അത് ഒരാൾ പണിയെടുത്ത് ഉണ്ടാക്കിയതാണെന്നുള്ളത്. ഓക്കെ. രണ്ടാമത് ചെയ്യേണ്ടത് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ആണ്. അത് ഈ പറയുന്ന പേര്, ബ്രാൻഡ് നെയിമിന് ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നു. അത് മൾട്ടിപ്പിൾ ക്ലാസ്സിന് ഏതൊക്കെ പ്രൊഡക്ട്സ്, മീൻസ് നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്തൊക്കെയാണോ അതിന് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നു. ഒപ്പം തന്നെ ഇതിൻ്റെ ലേബൽ ഉണ്ടല്ലോ, ആ ഒരു പാക്കേജ് ഡിസൈൻ, അതിനും ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുക ഡിവൈസ് മാർക്കായിട്ട്. ഇവിടെയാണ് മറ്റേ പുള്ളിക്ക് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ആ ഒരു കേസിൽ പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നു. അവരതിന് ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ബഡ്ജറ്റ് കൺസ്ട്രെയിൻ കൊണ്ട് തന്നെയാണ്. കാരണം അതിനൊക്കെ ഇപ്പോൾ പൈസ ഇറക്കണോ എന്നുള്ള, കാരണം ഇത് പ്രിൻറ്റിങ്ങിനും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് തന്നെ ഒരുപാട് പൈസ ചിലവായി. അതിൻ്റെ ഒരു ചെറിയൊരു അംശം മാത്രമേ ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻ വരുന്നുള്ളൂ. പക്ഷെ അത് ഫയൽ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. അപ്പം അതുകൊണ്ടാണ് മറ്റൊരാൾക്ക് ഈസി ആയിട്ട് അത് കോപ്പി ചെയ്യാനായിട്ട് കഴിഞ്ഞത്. പക്ഷേ അതിന് വേറെ കുറേ സൊല്യൂഷൻസ് ഉണ്ട്. അത്തരത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഭാഗത്തിൽ ന്യായമുണ്ടെന്ന് കാണിക്കാനായിട്ടും ലീഗലി മൂവ് ചെയ്യാനായിട്ടും. അപ്പം ഈ പറയുന്ന ലേബലിലും ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കണം. നിങ്ങൾ വലിയ കമ്പനീസ് ഏത് എടുത്ത് നോക്കിക്കോളൂ. കേരളത്തിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള കമ്പനീസ്, FMCG മേഖലയിൽ പ്രവർത്തിക്കുന്നത് നല്ല കമ്പനീസ്, വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കമ്പനീസ്, ഇവർ പുതിയൊരു ലേബിൾ ഇറക്കുന്ന സമയത്ത് അതിന് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കൂടി അവർ എടുക്കാറുണ്ട്. ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻ കൂടി അവർ ഫയൽ ചെയ്ത് വെക്കാറുണ്ട്. ഇത്തരത്തിൽ നിങ്ങളൊരു ബ്രാൻഡ്, ഒരു FMCG ബ്രാൻഡ് ഇറക്കുകയാണ്, അതിനൊരു ലേബൽ ഉണ്ടെങ്കിൽ ആ ലേബലിന് തനിച്ചായിട്ട് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കുക. പലപ്പോഴും ഈ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഒരു എക്സ്പെൻസ് അല്ലേ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ തള്ളിക്കളയാറുണ്ട്. അതൊരു എക്സ്പെൻസ് അല്ല, അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ നമ്മളൊരു ഭൂമി വാങ്ങുന്നു, ആ ഭൂമി എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന അസറ്റാണ് അല്ലേ, ഡിപ്രീസിയേഷൻ അല്ല. വർഷങ്ങൾ കഴിയുന്തോറും അതിൻ്റെ വാല്യൂ കൂടുകയാണ് ചെയ്യുന്നത്. ട്രേഡ് മാർക്കിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. ഒരു ബ്രാൻഡ് നെയിം അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ വർഷങ്ങൾ കഴിയുന്തോറും അതിൻ്റെ മൂല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിസിനസ് കൂടുന്തോറും ആൾക്കാർ ഇത് കൂടുതൽ റെക്കഗ്നൈസ് ചെയ്യും തോറും ഇതിൻ്റെ വാല്യൂ അങ്ങ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എക്സ്പെൻസ് അല്ല, അത് ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുള്ളത് മറക്കാതിരിക്കുക. അപ്പം പരമാവധി കാര്യങ്ങൾക്ക് ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുക. രണ്ടാമത്തേത്. മൂന്നാമത്തേത്, ഇത്തരത്തിൽ ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻ ഈ ലേബലിന് ചെയ്തത് കൊണ്ട് മാത്രം കാര്യമില്ല. ഒപ്പം തന്നെ ചെയ്യേണ്ടത് കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ കൂടി ചെയ്യുക. ഒരു ഗ്രാഫിക്സ് ആണെന്നുണ്ടെങ്കിൽ, ഇലുസ്ട്രേഷൻ ആണെന്നുണ്ടെങ്കിൽ, ആർട്ട് വർക്ക് ആണ് നിങ്ങളുടെ ലേബൽ ഉള്ളതെന്നുണ്ടെങ്കിൽ അതിന് കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ കൂടി ചെയ്തു കഴിഞ്ഞാലേ ഈ പറയുന്ന ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഒന്ന് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഓക്കെ. അത് ശരിയും ചെയ്യണോ വേണ്ടയോ, അത് ഏതൊക്കെ ചെയ്യണം എന്നുള്ളത് ഒരു ട്രേഡ് മാർക്ക് ഏജൻറ്റുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ഓക്കെ, നമ്മളെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നാലാമത്തെ കാര്യം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ നാലാമത്തെ പോയിന്റിലേക്ക് കടക്കേണ്ടത്. ദാറ്റ് മീൻസ് വിസിബിലിറ്റി. മാക്സിമം വിസിബിലിറ്റി ഉണ്ടാക്കുക. സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും നിങ്ങൾ ഇനീഷ്യലി ഈ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുക. പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്രോപ്പർ ലേബൽ അതിനകത്ത് വിസിബിൾ ആവണം. അതിൽ മോക്കപ്സ് നിങ്ങൾക്ക് ഇടാം. അത്തരത്തിൽ നിങ്ങൾക്ക് റീൽസ് ക്രിയേറ്റ് ചെയ്യാം. വാട്ട് എവർ ഇറ്റ് ഈസ്, മാക്സിമം വിസിബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക. അതാണ് നിങ്ങൾ നാലാമതായിട്ട് ചെയ്യേണ്ടത്. ആൻഡ് അഞ്ചാമതായിട്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്യുമെൻ്റ് എവരിത്തിങ്. എല്ലാ കാര്യങ്ങളും ഡോക്യുമെൻ്റ് ചെയ്യുക. ഒരു എവിഡൻസ് സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്യണം. അതായത് നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങളൊരു ഔട്ട്ലെറ്റിലെ ഷെൽഫിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുക്കുന്ന സമയത്ത് ടൈം സ്റ്റാമ്പ് കൂടി, ഫോണിൽ നിങ്ങൾക്ക് ടൈം സ്റ്റാമ്പ് സെറ്റ് ചെയ്യാം. സോ ഫോട്ടോയിൽ ഇത് എപ്പോഴാണ് ഇത് എടുത്തത്, അതിൻ്റെ ലൊക്കേഷൻ, മറ്റു കാര്യങ്ങളെല്ലാം അതിനകത്ത് കാണുന്നുണ്ടാവും. ഇത്തരത്തിൽ ടൈം സ്റ്റാമ്പോട് കൂടിയിട്ട് ഫോട്ടോസ് എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല, നിങ്ങളത് സുരക്ഷിതമായിട്ട് സേവ് ചെയ്ത് വെക്കുക.
ഇത്തരത്തിൽ കഴിവതും എല്ലാ കാര്യങ്ങളും ഡോക്യുമെന്റ് ചെയ്യാനായിട്ട് നോക്കുക. അതിനകത്ത് ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സും റീറ്റെയിലേഴ്സുമായിട്ടുള്ള എഗ്രിമെന്റ് അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിട്ടുള്ള ബില്ലുകൾ, ഇൻവോയ്സുകൾ, ഈ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുക. എല്ലാ ബില്ലുകളും എല്ലാ ഇൻവോയ്സുകളും കീപ്പ് ചെയ്യുക. ആ ബില്ലും ഇൻവോയ്സുകളിലും കൃത്യമായിട്ടും നിങ്ങളുടെ ബ്രാൻഡ് നെയിമും ലോഗോവും ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. കാരണം ഇതെല്ലാം നമുക്ക് എവിഡൻസ് ആണ്, നാളെ ലീഗലി പോകുന്ന സമയത്ത് ഹാജരാക്കാൻ കഴിയുന്ന എവിഡൻസുകളാണ്. ഇതെല്ലാം പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ് ചെയ്ത് കീപ്പ് ചെയ്യുക. ഇനി ആറാമത്തേത്, ഇത്തരത്തിൽ ആരെങ്കിലും നിങ്ങളുടെ ബ്രാൻഡിൻ്റെ കോപ്പി ഇറക്കുന്നുണ്ട് എന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഒട്ടും വൈകാതെ ഇമ്മീഡിയറ്റ്ലി അവർക്കൊരു ലീഗൽ നോട്ടീസ് അയക്കുക, അവരെ അറിയിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അവരെ അറിയിക്കുക എന്നുള്ളത്. കാരണം അവരിത് അറിഞ്ഞിട്ടും അത് മാറ്റാൻ അവർ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ അതൊരു സ്ട്രോങ് ലീഗൽ പോയിന്റ് ആണ്. കാരണം അത് വെച്ചുകൊണ്ടാണ് പിന്നീട് നമ്മൾ പ്ലേ ചെയ്യേണ്ടത്, പിന്നീട് നമ്മൾ ലീഗലി മൂവ് ചെയ്യേണ്ടത്. സോ അവരെ അറിയിക്കുക, അവരെ മാറ്റാനായിട്ട് നമ്മൾ ആ ഒരു ബ്രാൻഡ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ലേബൽ റിമൂവ് ചെയ്യാനായിട്ട് അവരോട് ആവശ്യപ്പെടുക, പിൻവലിക്കാനായിട്ട് ആവശ്യപ്പെടുക. അതിനൊരു സമയം കൊടുക്കുക. അതിനുള്ളിൽ അവരത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ദെൻ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ലീഗലി മൂവ് ചെയ്യാം. നിങ്ങൾ എത്ര കാലം നിങ്ങളിത് മാറ്റി വെക്കുന്നോ, അതായത് ഈ പറയുന്ന ലീഗൽ നോട്ടീസ് അയക്കാനായിട്ട് നിങ്ങൾ ഒരു ഡിലേ വരുത്തുന്നോ, അത്രത്തോളം നിങ്ങളുടെ ഭാഗം വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. മറക്കരുത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിലെ ആദ്യത്തെ 5 പോയിന്റും ചെയ്ത് നമ്മൾ സുരക്ഷിതമായിട്ട് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാൾ നിങ്ങളുടെ ബ്രാൻഡ് കോപ്പി ചെയ്യില്ല എന്നുള്ളതല്ല, മറ്റൊരാൾ കോപ്പി ചെയ്യാം. അങ്ങനെ കോപ്പി ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ ബ്രാൻഡുമായിട്ട് സാമ്യം വരുന്ന ഒരു ബ്രാൻഡാണ് അവർ ഇറക്കുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ലീഗലി മൂവ് ചെയ്യുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട് കഴിയും. എന്തെല്ലാം ആക്ഷൻസ് ആണ് ട്രേഡ് മാർക്ക് നിയമപ്രകാരം എടുക്കാനായിട്ട് കഴിയുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇത്തരത്തിൽ നിങ്ങളുടെ ബ്രാൻഡ് മറ്റൊരാൾ കോപ്പി ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർക്ക് ഈ ഭാഗം മുതൽ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് അയച്ചു കൊടുക്കുക. അത് കണ്ടിട്ടെങ്കിൽ അവർ മാറ്റിക്കോട്ടെ. ട്രേഡ് മാർക്ക് നിയമത്തിലെ സെക്ഷൻ 135 പ്രകാരം നിങ്ങൾക്ക്, അതായത് റിയൽ ബ്രാൻഡ് ഓണർ, നിങ്ങൾക്ക് ലഭിക്കാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇൻജങ്ഷൻ ഓർഡർ, അതായത് മറ്റൊരാൾ നിങ്ങളുടെ ബ്രാൻഡ് നെയിമിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് നെയിമിനോട് സാദൃശ്യം വരുന്ന, നിങ്ങളുടെ ലേബലിനോട് സാദൃശ്യം വരുന്ന ഒരു ബ്രാൻഡ് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്രാൻഡ് ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള ഓർഡർ നിങ്ങൾക്ക് വാങ്ങിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും. അത് ക്ലെയിം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയും. 1. 2, ഡാമേജസ് ക്ലെയിം ചെയ്യാം. അതായത് മറ്റൊരാൾ നിങ്ങളുടെ ബ്രാൻഡിനോട് സാമ്യമുള്ള ഒരു ബ്രാൻഡ് ഇറക്കുന്നു, സോ അതുവഴി നിങ്ങൾക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം ഈ പറയുന്ന ഇൻഫ്രിഞ്ചർ, നിയമലംഘനം നടത്തിയ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങിയെടുക്കാനായിട്ട് കഴിയും. ഒപ്പം അക്കൗണ്ട് ഓഫ് പ്രോഫിറ്റ്, ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് ആ ഇൻഫ്രിഞ്ചർ, നിയമലംഘനം നടത്തിയ വ്യക്തി ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ലാഭവും നിങ്ങൾക്ക് വാങ്ങിയെടുക്കാനായിട്ട് കഴിയും. 3-ാമത്തേത്, ഈ ഇൻഫ്രിഞ്ചർ, നിയമലംഘനം നടത്തിയ വ്യക്തിയുടെ പക്കലുള്ള ലേബിൾസും ബോട്ടിൽസും പ്രോഡക്ട്സും ഇതെല്ലാം നശിപ്പിക്കാനായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ടും കഴിയും. 4-ാമത്, ഈ കേസ് നടത്തിപ്പിനായിട്ട് നിങ്ങൾക്ക് വന്നിട്ടുള്ള ചെലവുകൾ എന്തൊക്കെയാണോ, ഈ ചെലവുകളെല്ലാം ആ എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് ഈ പറയുന്ന ഇൻഫ്രിഞ്ചറിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങിയെടുക്കാനും കഴിയും. ഇതിൽ ക്രിമിനൽ റെമഡീസും ഉണ്ട്. വലിയ കുറ്റകൃത്യങ്ങളാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഈ ഇൻഫ്രിഞ്ചർക്ക് ട്രേഡ് മാർക്ക് നിയമത്തിലെ സെക്ഷൻ 103, 104 പ്രകാരം 6 മാസം മുതൽ 3 വർഷം വരെ ഇംപ്രിസൺമെന്റ്, തടവ് ശിക്ഷ ലഭിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 50,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ, അല്ലെങ്കിൽ അതിൽ കൂടാം, 50 ലക്ഷം രൂപ വരെ പിഴ ഈടാക്കിയിട്ടുള്ള കേസസ് നമ്മുടെ നാട്ടിലുണ്ട്, അതിൽ കൂടുതലുമുണ്ട്. പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ആ 6 കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം. അല്ലാത്ത പക്ഷം പിന്നെ ഇതിൻ്റെ പുറകെ നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, നിങ്ങളെ ലേബൽ മാറ്റുക എന്നുള്ളതല്ലാതെ. സോ ഞാൻ പറഞ്ഞുള്ള 6 കാര്യങ്ങൾ പ്രോപ്പറാണെന്ന് ഉറപ്പ് വരുത്തുക. എങ്കിലേ ഇനിയുള്ള കാലത്ത് സമാധാനത്തോട് കൂടിയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട്, പ്രത്യേകിച്ച് ഈ ഒരു ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെൻറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും ടെൻഷൻ അടിച്ച് നാളെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ബ്രാൻഡ് ഇറങ്ങുമെന്ന് പേടിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലേബൽ മാറ്റേണ്ട അവസ്ഥയിലേക്ക് എത്താനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും. ഓക്കെ, റൈറ്റ്. മറ്റൊരു വിഷയമായിട്ട് കാണാം. അതൊരു സിജുറാൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.